ഇന്ന് പുറത്തു വന്ന 3 ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് രോഹിത് ശർമ്മ കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് സീരീസിൽ രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോം ഔട്ടാണ്. രണ്ടു താരങ്ങൾക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. നാളെ ഇന്ത്യ ടെസ്റ്റിൽ തോൽക്കും. ഇപ്പോഴിതാ BCCI സീനിയർ താരങ്ങൾക്ക് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് വിരമിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. സീനിയർ താരങ്ങൾ ഇങ്ങനെ ഫോം ഔട്ട് ആവുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത്തും കോഹ്ലിയും ഉടനെ തന്നെ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇനി സീനിയർ താരങ്ങളെ ഏകദിനത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. അടുത്തൊരു അപ്ഡേറ്റ് പുതിയ BCCI സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടതാണ്. ജയ്ഷ ഇപ്പോൾ BCCI സെക്രട്ടറി അല്ല, അദ്ദേഹം ICC ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തി. ഇനി ജയ്ഷയെ BCCIയിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോഴിതാ പുതിയ BCCI സെക്രട്ടറി വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ദേവ്ജിത്ത് സഖിയാണ്. ഇദ്ദേഹത്തെ ഇടക്കാല സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് പുതിയ സെക്രട്ടറി ഉടനെ വരും. ജയ്ഷ ഇനി BCCIയിലല്ല, ICCയിലാണ് ഉണ്ടാവാൻ പോകുന്നത്. ICCയുടെ ചെയർമാൻ സ്ഥാനമാണ് ജയ്ഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ക്രിക്കറ്റ് ഇന്ത്യ തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ വരികയാണ്. സീനിയർ താരങ്ങളെ ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയയുമായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ തോൽക്കാൻ പോവുകയാണ്. നാളെ ഇന്ത്യ ഉറപ്പായിട്ടും തോൽക്കും. ഇപ്പോഴിതാ ടെസ്റ്റ് ടീമിലേക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവരുമെന്നാണ് BCCI പറയുന്നത്. പ്രത്യേകിച്ച് മലയാളി താരം സഞ്ജുവിനെ. സഞ്ജു മാത്രമല്ല, ശ്രേയസ് അയ്യർ, രഹാനെ, പൂജാര തുടങ്ങിയ താരങ്ങളെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരും. ഓസ്ട്രേലിയയുമായിട്ടുള്ള ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ പുതിയൊരു ടെസ്റ്റ് ടീമിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഞ്ജുവിന് ഉടനെ തന്നെ ടെസ്റ്റ് അരങ്ങേറ്റം ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് സഞ്ജു ടെസ്റ്റ് ഭരിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോർമാറ്റ് ടെസ്റ്റാണ്. സഞ്ജുവിനെ ഉടനെ തന്നെ ടെസ്റ്റിലേക്ക് വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.